ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സുരാജ് മന്നാർമൂടും വിനായകനും ഒരുമിച്ച് അഭിനയിച്ച ഒരു പുതിയ മലയാള സിനിമയാണ് തെക്ക് വടക്ക്. പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ റെഡിയല്ലേ? വാ. എന്റെ കോളേജ ഞാൻ ഈ കോടതിയിൽ എത്തുമ്പോഴല്ല എന്തൊരു മനസ്സോന്നല്ല അതിനകത്ത് വാദിക്കൂട് പ്രതിക്കൂട് ജഡ്ജ് വക്കീലന്മാര് അത് പ്രത്യേക ഒരുതരം ലഹരിയാണ്. കേസിന്റെ വിധി ഇന്നുവരെ ജയിച്ചിട്ട് എന്താ പരിപാടി? സഖാവ് മാധവൻ സഖാവ് ചങ്കുണ്ണി കടുപ്പമായിരുന്നേ. ശരിക്കും ഇത് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ശരിക്കും അവരെന്തായിരുന്നു പ്രശ്നം? വൈരാഗ്യ സാറേ, അത് ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ടേന്ന് കൊണ്ടേ തുടങ്ങിയതാണ്. എന്റെ കേസ് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ പാർട്ടിക്കാരായി അല്ലെങ്കിൽ പുഷ്പം പോലെ പരിഹരിക്കാൻ. നിന്റെ അപ്പനെ ഞാൻ പുതപ്പിക്കൂടാ. ഇനി പോട്ടെ. എല്ലാത്തിനും പെടുത്തി എന്നിട്ട് അവസാനമില്ലേ? എത്ര വർഷമായിട്ട് ഈ കേസിന് പറയാനൊക്കെ തുടങ്ങിയിട്ട്? 30 വർഷമല്ലേ ഉള്ളൂ. 30 വർഷം. നമ്മുടെ അപ്പന്മാരുടെ ക്യാമ്പി കൊള്ളാം. നല്ല അടിപൊളി സിമ്പിൾ ട്രെയിലർ. എന്തൊക്കെയോ വൈരാഗ്യങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ ട്രെയിലറിലും അതുപോലെ ഒതുക്കിക്കൊണ്ട് നല്ലൊരു സംഭവമാണ്. എനിക്കിഷ്ടപ്പെട്ടു ട്രെയിലർ. അത് കാണുമ്പോൾ ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടാൽ നന്നായിരിക്കും ഉറപ്പായിട്ടും. എന്തോ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ അത് ഒളിഞ്ഞിടപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൽ സുരാജേട്ടനും വിനായകേട്ടനും ഉണ്ട്. ബട്ട് അതിൽ വിനായകൻ ആണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ക്യാരക്ടർ വേറെ ആരോ ആണ് അഭിനയിക്കണമെന്ന ലുക്ക് എനിക്ക് ആദ്യം മനസ്സിലായില്ല. സുരാജേട്ടനാണ്. സുരാജേട്ടൻ നമുക്ക് ഒക്കെ മനസ്സിലാവും. അപ്പുറത്ത് നിൽക്കുന്നത് വിനായകേട്ടനാണെന്ന് മനസ്സിലാവണില്ല. ഞാൻ ഒരു ടീസർ ഇറങ്ങിയപ്പോഴാണ് ആ പടത്തിൻ്റെ ഈ തെക്ക് വടക്കിൻ്റെ ടീസർ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഏടാ ഇത് വിനായകൻ ചേട്ടനാണല്ലോ എന്ന്. ജസ്റ്റ് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ആ ലുക്ക്, ആ ഗെറ്റപ്പിൽ മീശ ഇത്ര മറ്റേ എന്താ ബ്രഷ് പോലെ നീണ്ടിരിക്കുന്ന മീശ, വയറൊക്കെ എത്ര ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ് ലുക്കിലാണ് വിനായകേട്ടൻ വന്നത്. ആൻഡ് സുരാജേട്ടൻ നമ്മൾ പ്രായമായിട്ട് കണ്ടിട്ടുണ്ട്. വിനായകേട്ടൻ ഓക്കെയാണ്. ബട്ട് ഇതുപോലെ ഒരു ഗെറ്റപ്പ് ഞാൻ ഫസ്റ്റ് പെട്ടെന്ന് നോട്ടത്തിൽ വിനായകൻ ചേട്ടൻ അന്ന് മനസ്സിലായില്ല. പക്ഷെ സുരാജേട്ടനെ നമ്മളറിയാം, എന്തോ നല്ല അടിപൊളിയാണ്. ഇവർ രണ്ടുപേരുടെ കോമ്പോയില് എന്താണ് തെക്ക് വടക്ക് പറയുന്നതെന്ന് നമുക്ക് തിയേറ്ററിൽ October 4 പടം റിലീസ് ചെയ്യണേ. അന്ന് നമുക്കറിയാം എന്താണ് തെക്ക് വടക്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളെന്ന്. പടം October 4 റിലീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ എല്ലാ തെക്ക് വടക്ക് നടക്കുന്ന പിള്ളേർക്ക് ബൈ ബൈ.